ഒന്ന് ആലോചിച്ചു നോക്കൂ, 70-ലധികം വർഷം പഴക്കമുള്ള ഒരു ഹിന്ദി ആത്മീയ മാഗസിൻ. അതിന്റെ താളുകൾക്കുള്ളിൽ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിനാവശ്യമായ എന്ത് വിവേകമാണ് ഒളിഞ്ഞിരിക്കുന്നത്? നമുക്ക് ഒരുമിച്ച് 1950 ഫെബ്രുവരിയിലെ അഖണ്ഡ ജ്യോതി എന്ന ഈ മാസികയുടെ കാലാതീതമായ ജ്ഞാനത്തിലേക്ക് ഒരു യാത്ര പോകാം. ഇതാണ് അഖണ്ഡ ജ്യോതി. ഇതെഴുതിയത് യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയാണ്. അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കാരണം ഇതൊരിക്കലും വെറുമൊരു മാഗസിൻ ആയിരുന്നില്ല, മറിച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വഴികാട്ടിയായ ഒരു പ്രകാശഗോപുരം തന്നെയായിരുന്നു. അപ്പോ എന്റെ ചോദ്യം ഇതാണ്: 70 വർഷം മുൻപത്തെ ആ ലോകത്തുനിന്ന് ഇന്നത്തെ നമ്മുടെ ഈ തിരക്കെട്ട ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ? ലക്ഷ്യബോധം, കർമ്മം, ഇതൊക്കെ പറ്റിയുള്ള എന്ത് രഹസ്യങ്ങളായിരിക്കും ഈ പഴയ താളുകളിൽ ഒളിഞ്ഞിരിക്കുന്നത്? വാ, നമുക്കൊന്ന് തിരഞ്ഞു നോക്കാം. അപ്പോ ഈ മാഗസിനിലെ ഉപദേശങ്ങളെല്ലാം തുടങ്ങുന്നത് ഒരൊറ്റ വളരെ അടിസ്ഥാനപരമായൊരു കാര്യത്തിൽ നിന്നാണ്. എന്താണ് ദൈവികത? അല്ലെങ്കിൽ ആരാണ് ഈശ്വരൻ? മാഗസിനില് ഈശ്വരീയ സത്താക്ക തത്വജ്ഞാൻ എന്നൊരു ആർട്ടിക്കിളുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ ഒരു പ്രത്യേക രൂപത്തിലുള്ള ദൈവമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൽ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന എല്ലാത്തിന്റെയും അടിസ്ഥാനമായ ഒരു പരമമായ ശക്തിയാണ്. എനിക്കിതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആശയം എന്താണെന്നറിയാമോ? ആ ദൈവിക ശക്തി ഒന്നേ ഉള്ളൂ, പക്ഷെ അതിലേക്കെത്താൻ വഴികൾ പലതുണ്ട്. അതായത്, നിങ്ങൾ ഏത് രൂപത്തിൽ ആരാധിച്ചാലും ശരി, ഏത് പേര് വിളിച്ചാലും ശരി, അവസാനം എത്തിച്ചേരുന്നത് ആ ഒരേ ഒരു ശക്തിയിലേക്കാണ്. എന്തു മനോഹരമായ കാഴ്ചപ്പാടാണല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നത് എന്ന്. ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറ്റൊരാളോട് പെരുമാറുന്നത് യഥാർത്ഥത്തിൽ ഈശ്വരനോട് തന്നെ പെരുമാറുന്നത് പോലെയല്ലേ? ഇത് നമ്മുടെ സഹാനുഭൂതിക്കും അനുകമ്പയ്ക്കും ഒരു പുതിയ മാനം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ദൈവികതയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ചോദ്യം സ്വാഭാവികമായും ഇതാണ്: ഈ അറിവ് നമ്മുടെ പ്രവൃത്തികളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക? ശരിയല്ലേ? അവിടെയാണ് കർമ്മയോഗം എന്ന മനോഹരമായ ആശയം വരുന്നത്. അതായത്, നിസ്വാർത്ഥമായ കർമ്മത്തിന്റെ കല. സത്യം പറഞ്ഞാലേ ഇത് നമ്മളെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമല്ലേ? ഈ ഓട്ടത്തിനിടയിൽ എങ്ങനെ സമാധാനവും ഒരു ലക്ഷ്യബോധമൊക്കെ കണ്ടെത്താൻ പറ്റും? അപ്പോൾ ഈ കർമ്മയോഗമെന്ന പഴയ ആശയം നമ്മുടെ ഈ പുതിയ കാലത്തെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരം നൽകുന്നതെന്ന് നോക്കാം. അപ്പോ എന്താണ് ഈ കർമ്മയോഗത്തിന്റെ രഹസ്യം? മാഗസിനിലെ കർമ്മയോഗ് ജീവൻ കി ഏക് കലാ ഹെ എന്നൊരു ലേഖനം ഇതിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. സിമ്പിളാണ്. ചെയ്യുന്ന കാര്യത്തിന്റെ ഫലത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക, പകരം ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കുക. നമ്മുടെ ഓരോ കടമകളെയും ഒരു സേവനമായിട്ട് കാണുക. അപ്പോൾ പിന്നെ ജോലി ഒരു ഭാരമായിട്ട് തോന്നില്ല, അതൊരു കലയായി മാറും. ഇവിടെയാണ് ആ വലിയൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലി വെറുമൊരു കടമയല്ല, അതൊരു ആരാധനയായി മാറുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും സാധാരണ ജോലികൾക്ക് പോലും ഒരു പ്രത്യേക അർത്ഥം വരും. അത് നമുക്ക് വലിയൊരു ആത്മീയ സംതൃപ്തി നൽകും. ശരി, ഇതൊക്കെ വലിയ തത്വങ്ങൾ. പക്ഷെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നതുവരെയുള്ള നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കും? അതിനും ഈ മാഗസിനിൽ കൃത്യമായ വഴികൾ പറയുന്നുണ്ട്. ഇവിടെയാണ് ആത്മീയതയും നമ്മുടെ ഡെയിലി ലൈഫും തമ്മിൽ ഒന്നിക്കുന്നത്. നോക്കൂ, നമ്മുടെ ശരീരത്തെ ആത്മാവിന്റെ ഒരു ക്ഷേത്രമായിട്ട് കണ്ടാൽ പിന്നെ ആരോഗ്യം നോക്കുന്നത് വെറുമൊരു കാര്യമല്ല, അതൊരു ആത്മീയമായ ഉത്തരവാദിത്വം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതും നമ്മുടെ ചിന്തകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മാഗസിനിലെ ഉപവാസത്തെയും ഭക്ഷണരീതിയെയും കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ഇത് ശരിക്കും അടിവരയിട്ട് പറയുന്നുണ്ട്. ഭക്ഷണത്തിലെ ശുദ്ധി ശരീരത്തിന് മാത്രമല്ല, അത് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും വരെ ശുദ്ധീകരിക്കും എന്നാണ് അതിൽ പഠിപ്പിക്കുന്നത്. ഇതൊന്നു നോക്കിക്കേ, പല്ല് തേക്കുന്നത് പോലുള്ള വളരെ ചെറിയൊരു കാര്യം പോലും ഒരു ആത്മീയ യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ മാഗസിൻ കാണുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഒരൊറ്റ കാര്യവും ആത്മീയതയിൽ നിന്ന് മാറി നിൽക്കുന്നില്ല, എല്ലാം ഒന്നാണ്. അപ്പോ ദൈവികതയെക്കുറിച്ചുള്ള അറിവ്, നിസ്വാർത്ഥമായ കർമ്മം, പിന്നെ ആരോഗ്യകരമായ ഒരു ജീവിതം, ഇതെല്ലാം കൂടി നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇതിനെയെല്ലാം ഒരുമിച്ച് നിർത്തുന്ന ആ അവസാന സന്ദേശത്തിലേക്ക് നമുക്ക് വരാം. അതാണ് ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം. ഈ മാഗസിന്റെ മുഴുവൻ സത്വം ശരിക്കും ഈ ഒരൊറ്റ വാചകത്തിലുണ്ട്. അതായത്, നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്നത് നമ്മളെ തന്നെ കണ്ടെത്തുക, അതിലൂടെ മറ്റുള്ളവരെ സേവിക്കുക എന്നതാണ്. എത്ര ലളിതവും എന്നാൽ ശക്തമായൊരാശയമാണല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 70 വർഷം പഴക്കമുണ്ടെങ്കിലും
ഈ മാഗസിൻ നൽകുന്ന സന്ദേശം ഇന്നും വളരെ പ്രസക്തമാണ്. ദൈവീകമായ അറിവ്, ഫലം ആഗ്രഹിക്കാത്ത കർമ്മം, പിന്നെ നമ്മുടെ ആരോഗ്യം പോലുള്ള ദൈനംദിന കാര്യങ്ങളിലെ ശ്രദ്ധ, ഇതെല്ലാം വെവ്വേറെയല്ല, എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവയെല്ലാം ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിക്കും പൂർണ്ണവും അർത്ഥമുള്ളതുമായി മാറുന്നത്. അപ്പോ ഈ ഒരു വിശകലനം ഇവിടെ നിർത്തുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുവാണ്. നമ്മൾ ദിവസവും ചെയ്യുന്ന ഏറ്റവും സാധാരണമായ കാര്യങ്ങളിൽ പോലും അതിലൊരു പവിത്രമായ അർത്ഥം കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം മനോഹരവും ലക്ഷ്യബോധമുള്ളതുമാക്കി മാറ്റും, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ.